ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പുണ്യയാത്രയുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. മഹർഷി വാൽമീകി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഞങ്ങളിപ്പോഴുള്ളത്. ഇനി ഇവിടെ നിന്നും ട്രാവൽ ഏജൻസി ഏർപ്പെടുത്തിയിട്ടുള്ള ബസ്സിലാണ് ഞങ്ങളുടെ യാത്ര. അയോധ്യ എന്ന പവിത്ര ഭൂമിയിലൂടെയുള്ള യാത്ര. ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച ശ്രീരാമചന്ദ്രൻ്റെ ജന്മഭൂമിയിലേക്ക്, അവതാരങ്ങൾ പിറവിയെടുത്ത ഭൂമിയിലൂടെയുള്ള യാത്ര. മനുഷ്യജന്മമെടുത്ത് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് മാനവരാശിയെ കാണിച്ചു തന്ന, ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിച്ച് അവസാനം സരയൂ നദിയിൽ അന്തർധാനം ചെയ്ത് വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേർന്ന ശ്രീരാമചന്ദ്രൻ്റെ ജന്മസ്ഥലം. കലിയുടെ പിടിയിലകപ്പെടാതെ ഇരിക്കാൻ നാമം ജപമാണ് ഉത്തമമെന്ന് പറഞ്ഞുകൊണ്ട് നാമം ജപിച്ച് ഞങ്ങളുടെ ഗൈഡ് ശ്രീ വേണു അത് ഏറ്റുപാടിക്കൊണ്ട് ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ആദ്യം ഹരേ രാമ ഹരേ കൃഷ്ണ നാമം ജപിച്ചു. അതിനുശേഷം അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഞങ്ങളുടെ യാത്ര. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്കും, ഡൽഹിയിൽ നിന്ന് അയോധ്യയിലേക്കുമായിരുന്നു. ലോകോത്തര നിലവാരമുള്ള റോഡിലൂടെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, പോയിട്ടില്ലാത്ത വഴികൾ താണ്ടി അത്യധികമായ സന്തോഷത്തോടെയുള്ള ഒരു യാത്രയാണ്. UP ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് വഴിയിൽ കാണാം. ഈന്തപ്പനകളെന്ന് തോന്നിക്കുന്ന മരങ്ങളാണ് ഒരു വശത്ത് കാണുന്നത്. ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ ഗൈഡ് അതേക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഇതൊരു ആധ്യാത്മിക യാത്രയാണ്. എത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിലും ആ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമുക്കൊരു മറ്റൊരാൾ പറഞ്ഞ്, കൂടുതൽ അറിയുന്ന ആളുകൾ പറഞ്ഞു തരുമ്പോൾ അത് കൂടുതൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അങ്ങനെ നല്ലൊരു ഗൈഡിനെയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ യാത്ര ഞങ്ങൾ സൺഷൈൻ പാലസ് ഹോട്ടൽ ആൻഡ് റിസോർട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് സരയൂ നദിയൊക്കെ കാണാം. ശ്രീരാമ ജന്മഭൂമിയിലേക്കുള്ള പ്രവേശ കവാടമൊക്കെ കാണാം. ഇനി ഹോട്ടലിൽ പോയിട്ട് ഫുഡൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് ശ്രീരാമ ജന്മഭൂമിയിൽ രാംലല്ലയെ കാണാനുള്ള യാത്രയാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രോഗ്രാം. അതുപോലെ അതിൻ്റെ അടുത്തായിട്ടുള്ള ചെറിയ ക്ഷേത്രങ്ങളിലുമൊക്കെ ഞങ്ങളിന്ന് പോകുന്നുണ്ട്. ഒരു ദിവസം മാത്രമാണ് അയോധ്യയിൽ സ്റ്റേ. നെക്സ്റ്റ് ഡേ ഞങ്ങൾ രാവിലെ തന്നെ പ്രയാഗിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനിയുള്ള കാഴ്ചകളിലും യാത്രയിലും നിങ്ങളും ഒപ്പം പോന്നോളൂ. ഇതുവരെ പോയിട്ടില്ലാത്തവർക്കും പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ യാത്ര ഒരു പ്രചോദനമാവട്ടെ. അയോധ്യയിലെ മറ്റ് വിശേഷങ്ങളും കാഴ്ചകളും അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ നമുക്ക് യാത്ര തുടരാം. ഞങ്ങൾ അവധ് സൺഷൈൻ ഹോട്ടൽ ആൻഡ് റിസോർട്ടിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്ററോളം ദൂരമുണ്ട് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക്. ഹോട്ടലിൽ നിന്ന് രാം മന്ദിറിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 4.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതേ ചുറ്റളവിൽ തന്നെയാണ് മറ്റ് ക്ഷേത്രങ്ങളും ഉള്ളത്.
ഇടതുവശത്തായിട്ട് നമ്മൾ കാണുന്നത് രാം മന്ദിറിൻ്റെ ഭാഗമാണ്. ആ കാണുന്ന പ്രവേശ കവാടത്തിലൂടെയാണ് നമ്മൾ ഇനി രാം മന്ദിറിലേക്ക് പോകുന്നത്. നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ സരയൂ നദി കാണാം. ഇടതുവശത്തായിട്ട് കാണുന്നത് സരയൂ നദിയാണ്. സരയൂ നദിക്കരയിലാണ് രാം മന്ദിർ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഈ കടന്നു പോകുന്ന ഈ പാലം ക്രോസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഹോട്ടലിലെത്താനാവും. ഈ ഭാഗത്തൊക്കെ നദിയിൽ വളരെ വെള്ളം കുറവാണ്. അങ്ങനെ നമ്മൾ സൺഷൈൻ പാലസ് ഹോട്ടൽ ആൻഡ് റിസോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല സൂപ്പർ ആംബിയൻസാണ്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഹോട്ടൽ വിശേഷങ്ങളും അതുപോലെ അയോധ്യ രാം മന്ദിർ വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.